സുഭാഷ് ബാബു, തന്ത്രി കണ്ഠരൻ രാജീവര് 3 പതിറ്റാണ്ടിലധികമായി ശബരിമലയിലെ തന്ത്രിയാണ്. അത് മാത്രമല്ല കേരളത്തിലെ 100ഓളം ക്ഷേത്രങ്ങളുടെ താന്ത്രിക ആചാര്യനാണ്. അപ്പോൾ തന്ത്രിയെ പോലെ ഒരു വ്യക്തിയെ, ഇത്രയും വലിയൊരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനുള്ള ഒരു നടപടിയിലേക്ക് SIT കടക്കുമ്പോൾ അതിന്റെ വരും വരായ്മകളെ കുറിച്ച് ആലോചിക്കില്ലേ? തീർച്ചയായിട്ടും അതങ്ങനെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെ ഒരു കാര്യമുണ്ട്, ഇപ്പം തന്ത്രി മാത്രമല്ലല്ലോ, നേരത്തെ രവികുമാർ എന്ന് പറഞ്ഞൊരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറുടെ അടുത്ത് തെളിവില്ല എന്ന് പറഞ്ഞ് ഈ കോടതി തന്നെ ജാമ്യം കൊടുത്തിട്ടുണ്ട്. അതെല്ലാവരും വിസ്മരിച്ചു പോയി എന്ന് തോന്നുന്നുണ്ട്. അതും ഇതേമാതിരി തന്നെ അദ്ദേഹത്തിൻ്റെ പേരിലും അദ്ദേഹത്തിന് ഒരു പ്രസ്ഥാനത്ത് നിർത്താനുള്ളതുമായ യാതൊരു തെളിവുകളും ഇല്ല എന്നും പറഞ്ഞിട്ടാണ് അദ്ദേഹത്തിന് അന്ന് ജാമ്യം കൊടുത്തത്. അത് ജാമ്യം കൊടുത്തിട്ട് അത് അദ്ദേഹത്തിനെ ഡിസംബർ മാസത്തിൽ അറസ്റ്റ് ചെയ്ത് 53 ദിവസം മറ്റോ കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന് ജാമ്യം കൊടുത്തിട്ടുണ്ട്. അപ്പം തന്ത്രിക്ക് മാത്രമൊന്നുമല്ല ഇങ്ങനെ പ്രിമച്വറായിട്ട് ജാമ്യം കിട്ടിയിരിക്കുന്നത്. പ്രധാനമായിട്ട് എന്താണ്? അതെ അത് തന്നെ. അപ്പോൾ അത് ആരും വിസ്മരിക്കേണ്ട. അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ ഇതേ അവസ്ഥയിലാണ്, ഇതേ സാഹചര്യത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ തന്ത്രിയെ സംബന്ധിച്ചോണെങ്കിൽ അദ്ദേഹത്തെ സംബന്ധിച്ചോളം അവിടെ ആചാരപരമായ കാര്യങ്ങളിലല്ലാതെ അവിടെ ഭരണപരമായ ഒരു കാര്യങ്ങൾക്ക് യാതൊരു രീതിയിൽ ഇടപെടാൻ ദേവസ്വം മാനുവൽ പ്രകാരമായിട്ടോ നിയമപരമായിട്ടോ സാമൂഹ്യമായിട്ടോ അദ്ദേഹത്തിന് അധികാരമില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ അവിടെയുള്ള പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഈ പാളികളും ഈ കട്ടളപ്പാളിയും വാതിൽ പാളികളും ഒക്കെ ഇളക്കി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഭരണപരമായ ഒരു തീരുമാനം ദേവസ്വം ബോർഡ് എടുക്കുന്നു. അതിന് അനുജ്ഞ ചോദിച്ചു, മാസ്റ്റർ എഴുതി, അതിനകത്തൊക്കെ അദ്ദേഹം ഒപ്പിട്ടു. അദ്ദേഹം അവിടുത്തെ ഒരു താന്ത്രിക കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുന്ന വ്യക്തി ആയതുകൊണ്ട് അദ്ദേഹം സാക്ഷിയായിട്ട് ഒരു മാസ്റ്ററിൽ ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അത് ശരിയാണ്. പിന്നെ അദ്ദേഹം അനുജ്ഞ ഒരു കേസിൽ കൊടുത്തിട്ടുണ്ട്, ഒരു കേസിൽ കൊടുത്തിട്ടുമില്ല. അപ്പോൾ അതുകൊണ്ടൊന്നും അദ്ദേഹത്തെ സംബന്ധിച്ചുള്ള അദ്ദേഹം ഇതിനകത്ത് ഗൂഢാലോചന ചെയ്തു എന്ന് പറയാൻ പറ്റില്ല. ഗൂഢാലോചന എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഈ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് അല്ലെങ്കിൽ എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ് ബിറ്റ്വീൻ പേഴ്സൺസ്, അതായത് ഇതിൽപ്പെടുന്ന ആളുകൾ ആശയവിനിമയം നടത്തുകയോ നേരിട്ട് കണ്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിൽ ഇതിനൊരു ഗൂഢാലോചന നടത്തിയെന്നുള്ള രീതിയിൽ ഇതിന് ഗൂഢാലോചനയുടെ പ്രശ്നം വരുന്നില്ല. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഡിസിഷനാണ്. ആ പ്രോപ്പർട്ടി, അതായത് അവിടുത്തെ ദേവസ്വത്തിൻ്റെ സ്വത്തുക്കൾ കൈകാര്യം ചെയ്ത് നോക്കി അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വത്തിൽ വഹിക്കുന്ന ദേവസ്വം ബോർഡ് ഒരു തീരുമാനം എടുക്കുകയാണ്. ആ ദേവസ്വം ഉദ്യോഗസ്ഥന്മാരിലൂടെ അതിന് ഒരു ഉത്തരവിറക്കുകയും ആ ഉത്തരവിറക്കേൻ്റെ പശ്ചാത്തലത്തിലാണ് ഇത് കൊണ്ടുപോയത്. അപ്പോൾ അവിടെ സംബന്ധിച്ചിടത്തോളം അവിടെ ഒരു മോഷണമൊന്നുമല്ല, അത് കരുതിക്കൂട്ടി ഈ സാധനം കൊണ്ടുപോകാൻ വേണ്ടി അവരൊരു ഒഫീഷ്യലായിട്ട് എടുത്തൊരു തീരുമാനമാണ്. ആ തീരുമാനം എടുക്കുന്നതിനകത്തിൽ അതിനുവേണ്ടി ഒരു കൃത്രിമ രേഖ ഉണ്ടാക്കുന്നതുമായിട്ട് തന്ത്രിക്ക് ഒരു ബന്ധമില്ല. അപ്പം ഗൂഢാലോചന എങ്ങനെ തന്ത്രിക്ക് ബന്ധം വരുന്നത്? അപ്പോൾ ആ തന്ത്രി എഴുതി കൊടുത്തത് പോലും സ്വർണ്ണപ്പാളികളെന്നാണ്. അതിൽ ചെമ്പ് തെളിഞ്ഞു, സ്വർണ്ണപ്പാളികളില്ല, ചെമ്പ് തെളിഞ്ഞു, അത് എന്നാണ് അനുജ്ഞ കൊടുത്തിരിക്കുന്നത്. അപ്പം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ടെന്ന് അദ്ദേഹത്തിന് ഇതിനകത്ത് യാതൊരു പങ്കുമില്ല. അപ്പോൾ ഗൂഢാലോചനയിൽ അദ്ദേഹത്തിന് പങ്കില്ല എന്ന് വളരെ വ്യക്തമായിട്ട് അതൊരു കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് വ്യക്തമാണെന്ന്, അത് നമുക്ക് തന്നെ ബോധ്യപ്പെടുന്ന കാര്യമാണ്. പിന്നെ രണ്ടാമത് എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തിയെ ഇതിനകത്ത് പറയുന്നത്, ഇതിനകത്ത് ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, അതായത് വിശ്വാസവഞ്ചനയാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട കുറ്റം വരുന്നത്. അതിനാണല്ലോ ഗൂഢാലോചന നടത്തുന്നത്. ആ വിശ്വാസവഞ്ചന ചെയ്ത് ആരെങ്കിലും ഒരു ഉത്തരവാദിത്വത്തിൽ അവരുടെ ഉത്തരവാദിത്വത്തിൽ ഏൽപ്പിക്കപ്പെട്ട ഒരു വസ്തു അല്ലെങ്കിൽ അതിൻ്റെ മേൽക്കോയ്മയുള്ള അതീശത്വമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ആ സാധനം അവരുടേതോ മറ്റാരെങ്കിലും ആവശ്യത്തിന് വേണ്ടി ദുരുപയോഗം ചെയ്യാൻ ഇവരെ കൂട്ടുത്തരവാദിത്വത്തിന് വിപരീതമായിട്ട് ഏത് രീതിയിൽ ഈ പ്രവൃത്തി അല്ലെ ഇതിൻ്റെ സൂക്ഷിപ്പ് നോക്കണമെന്നും കൈകാര്യം ചെയ്യണമെന്നും വിപരീതമായ രീതിയിൽ അത് ചെയ്യുന്ന വഴി ദേവസ്വത്തിനോ അല്ലെങ്കിൽ വേറൊരു വ്യക്തിക്കോ ദേവസ്വം നഷ്ടം വരികയോ വേറൊരു വ്യക്തിക്ക് ഗുണം കിട്ടുകയും ചെയ്യുന്ന പ്രവൃത്തി ചെയ്താൽ അതിനെയാണ് നമ്മൾ ഈ ക്രിമിനൽ ബ്രീച്ച് ഓഫ് അല്ലെങ്കിൽ ഇതേമാതിരി ഈ കുറ്റം തെളിയിക്കപ്പെടുന്നത്. അപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഈ തന്ത്രിയെ സംബന്ധിച്ച് എന്താണ് അദ്ദേഹത്തിന് അതിനകത്തുള്ള അധികാരം? അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ തെളിവുകളിൽ കിട്ടിയില്ല എന്ന് ഈ ട്രയൽ കോടതി, പ്രത്യേകിച്ച് ബെയിൽ ആ കോടതിയാണ് ആ കോടതി മാത്രമേ ഈ കേസ് ഫയലിൻ്റെ A മുതൽ Z വരെ എല്ലാ കടലാസുകളും എല്ലാ സ്റ്റേറ്റ്മെൻറ്റുകളും എല്ലാ റെക്കോർഡുകളും അതിനകത്ത് ലഭ്യമായ, കാരണം ഏത് റെക്കോർഡായാലും ശരി അതിൻ്റെ കോപ്പി അതിനകത്തിലുണ്ടാവും. ഇത് മുഴുവൻ പരിശോധിച്ച് നോക്കുകയും ആ കോടതിക്ക് സമാനമായിട്ട് അതിൻ്റെ ഒറിജിനൽ അവിടെ കോടതിയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതുവരെ അവർ പരിശോധിച്ച് നോക്കിയിട്ടാണ് ഇങ്ങനെ ഒരു ഉത്തരവിറക്കുന്നത്. ആ ഉത്തരവിറക്കുമ്പോൾ അത് നമുക്ക് ആധികാരികത ചോദ്യം ചെയ്യാനുള്ള വലിയ സാങ്കത്യമൊന്നും അതിനകത്തില്ല. അത് ആധികാരികമായിട്ട് തന്നെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഇപ്പം വേറൊരു കാര്യം, നമ്മൾ ഏറ്റവും സവിശേഷമായ ഒരു കാര്യം എന്താണെന്ന് പറയാം, ഒരു ഡിവിഷൻ ബെഞ്ച് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ആ ഡിവിഷൻ ബെഞ്ച് ഒരിക്കലും കേസ് വരെ നോക്കില്ല. അത് മിസ്കാരേജ് ഓഫ് ജസ്റ്റിസ് ആവും. അത് നോക്കിയിട്ട് ഇന്നത് ചെയ്ത് ഇന്നാളെ അറസ്റ്റ് ചെയ്തൊന്നും അവർക്ക് കൊടുക്കാൻ അവർ റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി പ്രൊസീഡ്, യു ക്യാൻ പ്രൊസീഡ്, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ചെയ്തോളൂ എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ലാണ്ട് കേസ് ഫയൽ ആ കോടതി നോക്കിയെന്ന് എവിടെയെങ്കിലും രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് മിസ്കാരേജ് ഓഫ് ജസ്റ്റിസായി, അത് പ്രതികൾക്ക് അനുകൂലമായിട്ടാണ്, അത് ചെയ്യുന്നത് ഇൻജസ്റ്റിസ് ആണെന്നും അത് അനുവദനീയമല്ലെന്നും കോടതികൾ, സുപ്രീം കോടതി 100 പ്രാവശ്യം പല കേസുകളിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് അത്